കൃഷ്ണരാജ്, ഇപ്പോൾ ഐസൻ ചൂണ്ടിക്കാട്ടിയ ഈ പച്ചവൽക്കരണം എന്നുള്ളത് നമുക്കങ്ങനെ പറയാതെ പോകാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഒരു മാധ്യമവും അതിനെപ്പറ്റി സമ്മതിക്കില്ല. ആണ്ടിനും സംക്രാന്തിക്കും അവർ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കും. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ അല്ലാത്തപ്പോഴും ശരി, മുസ്ലിം ലീഗ് സ്വാധീനിക്കുന്നത് പോലെ കേരളത്തിലെ സമസ്ത പോലെയുള്ള മതമൗലിക സംഘടനകൾ സ്വാധീനിക്കുന്ന പോലെ മറ്റൊരു സംവിധാനവും സ്വാധീനിക്കാറില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി മദ്രസയുടെ സമയം അനുസരിച്ച് സ്കൂളിലെ സമയം ക്രമീകരിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന സമസ്തയടക്കമുള്ള ആളുകൾക്കുണ്ട്. അവരുടെ വാഴ്ത്തുപാട്ടുകാരായും അവർ പറയുന്നത് ചെയ്യാനും ഇരിക്കുന്ന ലീഗിന്റെ കയ്യിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. പച്ചവൽക്കരണത്തിന്റെ ഭാഗമായി തന്നെയാണോ ഈ സവർക്കറെ എതിർത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ ആരുടെയും പക്ഷം പിടിക്കാൻ തൽക്കാലമില്ല. പക്ഷേ ആ ചോദ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ചോദ്യചിഹ്നം, അതായത് ആ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ: മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, സവർക്കർ. ശരിയായ ഉത്തരവല്ല എഴുതേണ്ടത്. സവർക്കറാണ് ശരി ഉത്തരമെങ്കിൽ സവർക്കർ എന്നെഴുതിയവർക്ക് മാർക്കിടണം. ഓപ്ഷൻ ഇല്ലെന്നിരിക്കട്ടെ, ആര് വേണോ എഴുതാമല്ലോ. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശ്വസിക്കുന്നവരുടെ പേരെഴുതാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ ലഭിച്ച ആളുടെ പേര് തന്നെ എഴുതാം. അപ്പൊ ചോദ്യമാണോ ഉത്തരമാണോ പ്രശ്നം? ഈ ചോദ്യം എന്താണ്? വീർ സവർക്കർ ആണോ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നല്ലല്ലോ. ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നേ ഉള്ളൂ. ഉത്തരം ശരി വീർ സവർക്കർ ആണെങ്കിൽ അതാണ് ശരി. അല്ലാതെ എന്തിനാണ് നമ്മൾ അവിടെ അപ്പൊ ഉത്തരമാണ് പ്രശ്നം, ചോദ്യമല്ല. അപ്പൊ ഈ അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യമല്ല പ്രശ്നം, അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രശ്നം. അവിടെയാണ് ഇത് ഐസൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രസക്തമാകുന്നത്. അനാവശ്യമായ ഇടപെടലായിപ്പോൾ. കണ്ടില്ലെന്ന് അടിച്ചാൽ പോരെ? ഇങ്ങനൊരു ചോദ്യം വന്നു, അതിന്റെ ശരി ഉത്തരം വീർ സവർക്കർ ആണെങ്കിൽ മാർക്കിട്ട് കൊടുക്കുക, തീർന്നല്ലോ. തെറ്റാണെങ്കിൽ തെറ്റിടുക. അതിനൊരു വിവാദമാക്കി ഒരു അനാവശ്യ ഇടപെടലിലൂടെ സവർക്കർക്കും സംഘപരിവാർ ശക്തികൾക്കും മൈലേജ് കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇതിന് മറ്റൊരർത്ഥത്തിൽ കാണേണ്ടത് യഥാർത്ഥത്തിൽ സവർക്കർ ആരാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുത്തു. വി ഡി സതീശൻ സർക്കാരാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നേരിട്ട് ഇടപെടുന്നത്? മന്ത്രി നേരിട്ട് ഇടപെടേണ്ട കാര്യം എന്താണ്? ഇതിനെ അങ്ങനെ ലാഘവവൽക്കരിച്ച് മാറ്റി നിർത്തിയാൽ കിട്ടാമായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി മൈലേജാണ് ഇപ്പോൾ ഈ ചോദ്യത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. കാരണം ചോദ്യത്തിൽ എവിടെയും സവർക്കർ എന്ന വാക്കില്ല. ഉത്തരമാണ് സവർക്കർ എങ്കിൽ നിങ്ങൾ ആ ഉത്തരത്തിന് മൈലേജ് കൊടുത്തിരിക്കുകയാണ്. ആ സവർക്കർ എന്ന വാക്കിന്, ആ വ്യക്തിക്ക് മൈലേജ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ഇതൊരു അബദ്ധമാണ്. സർക്കാർ കാണിച്ചു വെച്ചൊരു അബദ്ധമാണ്. അവരെ സംബന്ധിച്ച് നോക്കിയാൽ ഇതൊരു അബദ്ധമായി മാറുകയാണ്. പിന്നെ ഇത് ഇപ്പോൾ സ്റ്റേ ചെയ്തു വന്നു, അല്ലെങ്കിൽ ഈ അധ്യാപകൻ തയ്യാറാക്കിയെന്നുള്ള അല്ലല്ലോ. ഈ അധ്യാപകൻ തയ്യാറാക്കി നേരിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയല്ല. നമ്മൾ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മൾ ചിലപ്പോൾ തയ്യാറാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിന്റിംഗ് ഏരിയയിൽ നമ്മളത് ഏൽപ്പിച്ചിട്ട് അവർ തരുന്ന ചോദ്യങ്ങൾ അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഐസൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചോദ്യം, അംഗീകരിക്കപ്പെട്ട ചോദ്യമായി മാറുന്ന അങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ചോദ്യത്തിൽ ഒരു വിഷയം ഉണ്ടാക്കുന്നത്? അപ്പം നേരത്തെ പറഞ്ഞ സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ്. ലീഗിൻ്റെ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന കാലത്ത് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നതിൻ്റെ തെളിവാം ഇത്. അതിന് സതീശൻ മൗനാനുവാദം കൊടുക്കുന്നുവോ? ഇത് വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ PM ശ്രീ വന്നപ്പോൾ വലിയ തർക്കങ്ങളുണ്ടായല്ലോ. കാവ്യവൽക്കരണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇടതും വലതും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ ലീഗ് വൽക്കരണത്തിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്നുള്ള ചോദ്യം അവിടെയും വരും. സ്വാഭാവികമായും ഇവിടെ ഒറ്റ പോയിന്റേ ഉള്ളൂ എനിക്ക്. ഇത് ചോദ്യമായിരുന്നില്ല പ്രശ്നം, ഉത്തരമാണ്. ആ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ സവർക്കറെ അംഗീകരിക്കുക. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐസൺ ഇപ്പോൾ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഇതിൽ ഒരു തലത്തിൽ നിന്ന് മാത്രമല്ലല്ലോ ഈ ചോദ്യം അംഗീകരിക്കപ്പെടുന്നത്. വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് കോടതിയിലും കൃത്യമായി ഗുരുപ്രസാദ് എന്ന് പറയുന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം AE അടക്കമുള്ളവർ അംഗീകരിച്ച ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ AEക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? അപ്പോൾ ഗുരുപ്രസാദ് എന്ന് പറയുന്ന ആ അധ്യാപകനെ മാത്രം ലക്ഷ്യം വെച്ച് ലീഗ് നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില അജണ്ടകളുണ്ട്, ചില വിദ്വേഷങ്ങളുണ്ട്.
തീർച്ചയായും അതൊരു പക്ഷപാതപരമായൊരു നിലപാടാണ് എന്ന് പ്രജിത്ത് ഇപ്പോൾ പറഞ്ഞത് വെച്ച് എനിക്കതങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരു വ്യക്തി മാത്രം ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ കുറ്റകൃത്യമെന്ന് തന്നെ നമുക്കതിനെ കണക്കാക്കാം. കുറ്റകൃത്യമെന്ന് അതിനെ പരാമർശിക്കുന്നില്ല, എങ്കിലും കുറ്റകൃത്യമായി തന്നെ കണക്കാക്കിയാലും ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെല്ലാവരും ആ കുറ്റകൃത്യത്തിന് അക്കൗണ്ടബിൾ അല്ലാതെ വന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കുറേ കൂടി ഗൗരവമായി വന്നിരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്നൊരു ആശയം എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ഈ എം വി ജയരാജൻ്റെ ഒരു കേസുണ്ടായിരുന്നു, ശുംഭൻ എന്ന് വിളിച്ച കേസുണ്ടായിരുന്നു. ഈ ശുംഭൻ്റെ അർത്ഥം എന്തെന്ന് കോടതി പരിശോധിച്ചു. സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഗത്ഭനെത്തി അത് സംബന്ധിച്ച് ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം അതിൻ്റെ ഭാഷാപരമായ ട്രാൻസ്ലേഷൻ നൽകി. ഇന്നും വീണ്ടും ഈ സർക്കാർ അവിടെ പോയി പറഞ്ഞിരിക്കുന്നത് തെളിവുകളില്ല എന്നാണ്. ഒരു പരിധിവരെ ഇതിന് ഉത്തരം കണ്ടെത്താതെ ഇനി പറ്റില്ല. കാരണം വ്യക്തമായൊരു തീരുമാനം ഇതിൽ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് തീർച്ചയായും ഒരു വളരെ ഗുണകരമായൊരു കാര്യമാകും. കാരണം ചരിത്ര വസ്തുത എന്തെന്ന് കോടതി നേരിട്ട് പരിശോധിച്ച് കൃത്യമായി നിഗമനത്തിലെത്തുക എന്നുള്ളതാണ് ഇനി അതിനൊരു മറുപടി. കാരണം കേരള സർക്കാരിൻ്റെ നിലപാടിനുള്ള മറുപടി എന്ന് പറയുന്നത് അത് ചരിത്ര വസ്തുതകളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക. ഈ വ്യക്തിയാണ്, ഇതാണ്, ഇന്നതാണ്, സവർക്കർ ആണെങ്കിൽ സവർക്കർ, അല്ലെങ്കിൽ അല്ല, അടുത്ത ആളാരെ, ഇദ്ദേഹം രണ്ടാമതാണോ ഒന്നാമതാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കാൻ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഒരു കൃത്യമായ ഒരു ഉത്തരം ഇതിന് കിട്ടുക.